എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അതായത് തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കഷ്ടതയിലും കണ്ണുനീരിലും ഒരിക്കലും മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാൻ പോകരുത്. ആമേൻ. പകരം നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുക. നിങ്ങളുടെ അപേക്ഷ കർത്താവ് കേട്ട് നിങ്ങൾക്ക് വിടുതൽ നൽകും. ആമേൻ. നമ്മൾ മനുഷ്യനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ഒരിക്കലും നമ്മുടെ സങ്കടങ്ങൾ പറയാൻ പോകരുത്. ആമേൻ. മനുഷ്യരോട് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ പോയാൽ അവർ ആ സങ്കടങ്ങൾ കേട്ട് നിങ്ങളെ പരിഹസിക്കുകയും കുത്തുവാക്ക് പറയുകയും നിന്ദിക്കുകയും ചെയ്യും എന്നല്ലാതെ അവരെ കൊണ്ട് വേറൊരു പ്രയോജനവുമില്ല. ആമേൻ. കാരണം എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങളെ പരിഹസിക്കും. ആമേൻ. ഞങ്ങളൊക്കെ നടക്കുന്നത് കണ്ടില്ലേ, നിന്നെയൊക്കെ പോലെ പട്ടിണി കോലമായിട്ടൊന്നുമല്ല ഞങ്ങൾ നടക്കണത്, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയല്ല നടക്കണത് എന്നവർ പറയും. അത് അവർക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ്. ആമേൻ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ ഒരിക്കലും മനുഷ്യനോട് പറയരുത്. ആമേൻ. നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് കർത്താവായ യേശു. ആ ദൈവത്തോട് നിങ്ങളുടെ സങ്കടങ്ങളെ ബോധിപ്പിക്കുക. കർത്താവ് അതിന് പരിഹാരം ഉണ്ടാക്കും. ആമേൻ. ഒരിക്കലും ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ പോവുകയോ നമ്മുടെ കഷ്ടതയിലും കണ്ണുനീരിലും അവരോട് കൈനീട്ടാൻ പോവുകയോ ചെയ്യരുത്. ആമേൻ. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ആകെ ഒരു ജോലിയേ ഉള്ളൂ. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ തുച്ഛമായ വരുമാനമാണ്. ആമേൻ. അപ്പം ഞാൻ ഒരാവശ്യം വന്നിട്ട് ആ പൈസ മുഴുവൻ ഞാനിങ്ങി വാങ്ങിച്ചു. ആ 2000 രൂപ ശമ്പളമുള്ളൂ. ആ 2000 രൂപയും ഞാനിങ്ങി വാങ്ങിച്ചു. അപ്പം 2000 രൂപ എത്ര ദിവസത്തേക്ക് വരും നിങ്ങൾക്കറിയാമല്ലോ. അപ്പം എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പൈസ ചിലവാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശ് മുഴുവനും തീർന്നു. ഞാനൊരിക്കലും എൻ്റെ കുടുംബക്കാരോടോ എൻ്റെ നാട്ടുകാരോടോ ബന്ധുക്കളോടോ കൂട്ടുകാരോടോ എൻ്റെ സങ്കടങ്ങൾ പറയാനോ കൈനീട്ടാനോ ഞാൻ പോയില്ല. പകരം എനിക്കറിയാം, കാരണം ഒരു കാലത്ത് ഇവരെയൊക്കെ ആശ്രയിച്ച് ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ നല്ല കാലത്ത് എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ കഷ്ടതയിൽ അവരെന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയി. ആമേൻ. അതുകൊണ്ട് എനിക്കറിയാം മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കർത്താവിനോട് എൻ്റെ അപേക്ഷ ബോധിപ്പിച്ചു, എൻ്റെ സങ്കടം ബോധിപ്പിച്ചു. തമ്പുരാൻ എനിക്ക് വഴി തുറന്നു. എങ്ങനെയാണ് വഴി തുറന്നേ? ഇപ്പം എനിക്ക് ജോലിയുണ്ട്, വരുമാനമില്ല. ആമേൻ. അടുത്ത മാസത്തെ ശമ്പളമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഈ ഒരു മാസം ഞാൻ ചുമ്മാ ജോലിയിൽ നിന്നേ ഉള്ളൂ, ശമ്പളമൊന്നുമില്ല. ഇനി എനിക്ക് ഏപ്രിൽ 2-ാം തീയതിയെ ശമ്പളമുള്ളൂ. ആമേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകെ ഒരു ജോലിയേ ഉള്ളൂ, അതിൽ നിന്ന് 2000 രൂപ ശമ്പളം. അങ്ങനെയുള്ള ഇപ്പം എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ജീവിച്ചു പോകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കും. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനോട് എൻ്റെ സങ്കടം ബോധിപ്പിച്ചപ്പോൾ തമ്പുരാൻ എനിക്ക് വഴി തുറന്നു. എങ്ങനെ വഴി തുറന്നു? വർഷങ്ങൾ പരിചയമുള്ള ഒരു വ്യക്തിയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി എന്നെ സഹായിച്ചു. എൻ്റെ ആവശ്യങ്ങൾ അത് മുഖാന്തരം നടന്നു. ഇനിയും എന്നെ സഹായിക്കാം എന്ന് ആ വ്യക്തി എനിക്ക് വാഗ്ദത്വം തന്നിട്ടുണ്ട്. ആമേൻ. ഇതൊരിക്കലും ആ മനുഷ്യൻ്റെ വാഗ്ദത്വമല്ല, അത് കർത്താവിൻ്റെ വാഗ്ദത്വമാണ്. കാരണം ദൈവമായിട്ടാണ് ആ വ്യക്തി എൻ്റെ അടുക്കൽ എൻ്റെ അപേക്ഷ കേട്ട് ആ വ്യക്തിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കും. ആമേൻ. ഞാൻ മനുഷ്യൻ്റെയോട് സങ്കടം പറയാനും മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ നാണം കെട്ട് അപമാനിക്കപ്പെട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നു. അതിനാൽ നിങ്ങളുടെ കഷ്ടതയിലും കണ്ണുനീരിലും കർത്താവിനോട് മാത്രം നിലവിളിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ കർത്താവായ യേശുവിനോട് മാത്രം ബോധിപ്പിക്കുക. നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് മാത്രം പറയുക. കർത്താവ് നിങ്ങളെ കരുതും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.